നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. രാജിവെച്ച് മായാവതി. പ്രതിഷേധത്തിനിടയിലെ നാടകീയ രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യസഭാ എം പി സ്ഥാനം രാജിവെച്ച് മായാവതി. കാലാവധി പൂർത്തിയാക്കാൻ 9 മാസം ബാക്കി നിൽക്കെ നടപടി ദളിത് വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മായാവതി ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമുള്ളതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ സമയം നൽകിയില്ലെന്ന് മായാവതി. കേന്ദ്ര നീക്കം പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനെന്നും ആരോപണം. ഗോരക്ഷയുടെ പേരിൽ രാജ്യത്ത് ദളിതർക്കു നേരെ നടക്കുന്നത് സമാനതകളില്ലാത്ത അക്രമമെന്നും ഭരണപക്ഷ MPമാർ സഭയിൽ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്നും പരാതി. നായകന്റെ കയ്യേറ്റങ്ങൾ. ദിലീപിന്റെ ഡി സിനിമാസ് കയ്യേറ്റ ഭൂമിയിലെന്ന ആരോപണത്തിന് പിന്നാലെ കുമരകത്തും താരം ഭൂമി കയ്യേറിയതായി റിപ്പോർട്ട്. കയ്യേറ്റ ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി. താരത്തിനെതിരായ പുതിയ കേസ് കുമരകം വില്ലേജിലെ പുറമ്പോക്ക് ഭൂമി കയ്യേറി മറിച്ചു വിറ്റുവെന്നും ക്രമക്കേട് ചോദ്യം ചെയ്തവരെ ഗുണ്ടകളെ വിട്ട് വിരട്ടിയെന്നും. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ തിയേറ്റർ സമുച്ചയം പുറമ്പോക്ക് ഭൂമി കയ്യേറിയതെന്ന ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട്. തുടർ നടപടികൾ റിപ്പോർട്ടിലെ വിശദ പരിശോധനയ്ക്ക് ശേഷമെന്ന് ഇ ചന്ദ്രശേഖരൻ. ക്രമക്കേടിന് ഒത്താശ നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളുണ്ടാകുമെന്നും സൂചന. റവന്യൂ വകുപ്പ് നിർദ്ദേശമനുസരിച്ച് കളക്ടർ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് 1956 മുതലുള്ള രേഖകൾ പരിശോധിച്ച്. രാജഭൂമിയായിരുന്ന ഈ സ്ഥലം പിന്നീട് സർക്കാർ ഭൂമിയായി നിജപ്പെടുത്തുകയായിരുന്നു. ഇതിൽ കുറച്ച് ദേശീയപാതയ്ക്കായി വിട്ടുകൊടുത്തു. ശേഷിച്ച ഭൂമിയിൽ കുറച്ചുനാൾ പോക്കുവരവ് നടന്നതായും കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശം. ജനപ്രിയന് അറിയാം. നടിയെ ആക്രമിച്ച കേസിൽ സ്രാവുകൾ ഇനിയും പുറത്തുണ്ടെന്ന സൂചന നൽകി പൾസർ സുനി. സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആലുവ സബ് ജയിലിൽ കിടക്കുന്ന VIP പറയട്ടെ എന്ന് പ്രതികരണം. കഥ പകുതിയേ ആയിട്ടുള്ളൂ. വിശദീകരണം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. കേസിൽ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി നീട്ടിയത് അടുത്ത മാസം 1 വരെ. സുനിയുടെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ മറ്റന്നാൾ വിശദീകരണം നൽകണം. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയായ സുനിയെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയത് റിമാൻഡ് കാലാവധി പൂർത്തിയായതിനാൽ. അതേസമയം കാക്കനാട് ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിപിൻ ലാലിനെ പോലീസ് ചോദ്യം ചെയ്യും. ജയിലിൽ നിന്ന് സുനി ദിലീപിന് അയച്ച കത്തെഴുതിയത് നിയമവിദ്യാർത്ഥിയായ വിപിൻ ലാലെന്ന് അന്വേഷണ സംഘം. ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലുള്ള വിപിൻ ലാലിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ നാദിർഷയുടെ മൊഴി രേഖപ്പെടുത്തുവാനും തീരുമാനം. സമരമുഖത്തെ മാലാഖമാർ. സംസ്ഥാനത്തെ നഴ്സിംഗ് സമരം സമവായമില്ലാതെ തുടരവെ കണ്ണൂർ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് CPM. ആശുപത്രികളിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ വിനിയോഗിക്കരുത്. നിർദ്ദേശം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് P. ജയരാജൻ. INA വിദ്യാർത്ഥികളെ അനാവശ്യമായി സമരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. സമരം അട്ടിമറിക്കാനുള്ള കളക്ടറുടെ നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് INA. നഴ്സിംഗ് കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തി കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനം. വിവിധ സംഘടനകളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ. അതിനിടെ നഴ്സുമാർക്ക് സർക്കാർ നിശ്ചയിച്ച ശമ്പളത്തുക അംഗീകരിക്കാനാവില്ലെന്ന് ചെറുകിട ആശുപത്രി ഉടമകൾ. 20 കിടക്കകൾ താഴെയുള്ള ആശുപത്രി ഉടമകൾ ചേർന്ന് പുതിയ സംഘടന രൂപീകരിച്ച് മുഖ്യമന്ത്രിയെ കാണാനും തീരുമാനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.